മാഷേ, മാഷ് കാലെടുത്ത്, സീറ്റിന്ന് കാലെടുത്ത്. എന്തു പറ്റി? പറ്റിയതൊക്കെ പിന്നെ പറയാം. താൻ കാലെടു. മനുഷ്യന്മാരെ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ? എന്താ ദിനേശേട്ടാ ഇയാൾ എന്തോടോ പറയുന്നത്? താൻ കാലെടുക്കുന്നോ ഇല്ലയോ? കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണോ? താൻ സീറ്റിന്ന് കാലെടുക്കുന്നു. ഉണ്ടായിടൂ. ഇരുട്ടാണെന്ന് വെച്ച് എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ദിനേശേട്ടാ പോടാ. ഞാൻ എന്ത് തോന്നിയസോടോ കാണിച്ചത്? താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനല്ലൂടെ താൻ സിനിമയ്ക്ക് വന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. തന്നെ പോലെ മറ്റുള്ളവരെയും കാണരുത്. ഇരിക്കാതെ. പുറകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ. ദിനേശേട്ടാ ഇരിക്ക്. തിയേറ്റർ തന്റെ തറവാട് സ്വത്തൊന്നുമല്ലോ. കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ളടത്തിരിക്കും. എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവരണം. ഇവനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധര് കാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ. സിനിമ കണ്ടത് വാ. എന്താ ചെയ്യും? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ദ്രോഹികള് ഫാമിലി ആയിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും? മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാരബോധമൊക്കെ വേണ്ടേ? ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലേ? ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കണ്ടു? അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു. ചവിട്ടിയെങ്കിൽ ഞാൻ അറിയില്ലേ? സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും? ശരി, അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ തന്നെ ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നോ? പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു. ശോഭെ, ഞാനുണ്ടല്ലോ വളരെ ഡീസന്റ്. നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി. ഡീസന്റായ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ? എന്ത് നല്ല സിനിമയായിരുന്നു. എനിക്ക് സങ്കടമായിപ്പോയി. ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസം? അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ? അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗിയുണ്ടാവും. മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ, അതിലുണ്ടാവോ മേക്കപ്പ്? സിനിമാ നടന്മാരല്ലേ, എപ്പോഴും കാണും മേക്കപ്പ്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ, സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ചുമ്മാ. ഓ, സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. നമുക്ക് കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്. ഫാക്ടറി പണിയെടുക്കാം, അന്തസ്സുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പാ. എന്തൊക്കെയായി പറയുന്നത്? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്. മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? ഓ, ഇന്നലത്തെ അത് നന്നായിരുന്നു. ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേശേട്ട് നോക്കിയിരിക്കായിരുന്നു. അപ്പോഴാ ഈ ഡിന്നർ ഒത്തു കിട്ടിയത്. പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത്. ഈ സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. അപ്പൊ നേരം വെളുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഓർത്തു. അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞേ ഉള്ളൂ. അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങള്? ആരോപണല്ല, സത്യം. നടന്മാരൊക്കെ മഹാമദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ. സത്യമായിട്ടും അല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആ, മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന.
സംസ്ഥാനത്തെ 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചു. തെക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? അതെ. ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ ഇളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തോടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ നന്നായിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ ഇത് മതിയോ? നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് ആ കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനതെടുത്തത് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. കൊണ്ടുപോടോ. ഈ അമ്മ ഇങ്ങനെ വില കയറിപ്പോ നമ്മൾ രണ്ടുപോലെ പാട്ടിയടിക്കുന്ന എന്റെ വല്യമ്മവും കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഫോട്ടോ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ? സാറേ, കൂമ്പ് കരിഞ്ഞു പോവും. ജോസേ, ദിനേശ, താനിവിടെ? എന്തൊരു മായാജാലം! അയ്യോ, കള്ള, കുടിയില്ല, വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അതെ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ദേ ഇപ്പോ എപ്പോ? ഇപ്പോ ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാ ചെലവും എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ. കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച് സർ. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ
ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണ് ദിനേശ. ആണോ? നീ വാ, എനിക്ക് നീ വാട കുട്ടി. മോഹൻലാൽ സുന്ദരൻ ഞാനാണോ? ഉം. എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടെ, അയാളോട് പോവാൻ പറ ദിനേശ. ഞാനില്ലേ ഇവിടെ? സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ദേ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നമാണ്. സ്റ്റെപ്പ് ഉണ്ട്. പതുക്കെ പതുക്കെ. ശബ്ദം ഉണ്ടാകും, ശബ്ദം ഉണ്ടാകും. ദിനേശ, എന്താ സാറേ? നിന്നെയല്ലടാ വാല് തുറക്കാൻ. മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ. ഉം. അയ്യോ, എന്റെ മോനെ എന്ത് പറ്റി? ദിനേശേട്ടാ, മോനെ ദിനേശാ ഇത്. അമ്മ, തലക്കുളം സാറേ, എന്റെ ദൈവമാണ് എന്റെ അമ്മ. കുഞ്ഞിന് എന്ത് പറ്റി? അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴട്ടെ. എന്ത്? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ഇറങ്ങി പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവന് ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. തോൻ തൊലഞ്ഞു പൊട്ടി. ഇറങ്ങി പോടോ. ഇനി പടി കിടക്കരുത്. ദിനേശ, ഗുഡ് നൈറ്റ്.